Dr. N.K. Mohammed Memorial, MES Central School, Valancheri. Admissions for 2025-26 are now open. Experience a truly unique educational journey from our nurturing Montessori to challenging Class 12. Our interactive classrooms and friendly atmosphere create the perfect learning environment. Our dedicated teachers provide exceptional guidance. Enjoy the spacious classroom and state-of-art labs. And for our tiny tots, our innovative House of Montessori offers hands-on learning. Explore a world of diverse CCA activities. Make the wise choice for your child's education. വളാഞ്ചേരി ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളമംഗലം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇഫ്താർ സ്നേഹസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷത്തിലധികമായി വളാഞ്ചേരി മേഖലയിൽ വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് ഇൻഫിനിറ്റി. ലഹരി നിർമ്മാർജ്ജനം, പ്രകൃതി സംരക്ഷണം, ജീവകാരുണ്യം, കലാകായിക പരിപാടികൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് സംഘടിപ്പിച്ചത്. ഇത് 3ാം തവണയാണ് ഇഫ്താർ സ്നേഹസംഗമം നടത്തുന്നത്. വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം വളാഞ്ചേരി പരിസരത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ഷുഹൈബ് വാഫി മങ്കേരി ഇഫ്താർ സ്നേഹ സന്ദേശം നൽകി. വളാഞ്ചേരി IMA പ്രസിഡന്റ് ഡോക്ടർ N. മുഹമ്മദ് അലി നോമ്പുകാലത്തെ ആരോഗ്യ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC എന്നൂർ, വളാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ്, വളാഞ്ചേരി ചെഗുവേര ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ, IMA വളാഞ്ചേരി സെക്രട്ടറി ഡോക്ടർ റിയാസ് KT, വാർഡ് കൗൺസിലർമാരായ KV ഉണ്ണികൃഷ്ണൻ, സിദ്ദീഖ് ഹാജി, ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത്, ഡോക്ടർ ഹാരിസ് KT, എഴുത്തുകാരൻ മുനവർ പാറമ്മൽ, കവിയും സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം, മാധ്യമപ്രവർത്തകൻ സുരേഷ് പൂവാട്ടുമീത്തൽ, സാമൂഹ്യ പ്രവർത്തക പ്രീത പുനർജനി എന്നിവർ സംസാരിച്ചു. അഭിനന്ദ് E, M. മുസ്തഫ, ഫിറോസ് മാക്സ്, ലത്തീഫ് ഓൾഗ, ഷാജി സൽവാസ്, നാദിയ P, അഭിനമ K തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എത്രത്തോളം വെച്ചാൽ ഇന്നത്തെ റിലേഷൻഷിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ്. ഫ്രണ്ട്ഷിപ്പ് പോലെ ഇതേപോലെയുള്ള ഒരുപാട് റിലേഷൻഷിപ്പുകൾ, പെഡഗോഗിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പ്, പാരന്റിങ്, ഇങ്ങനെ വ്യത്യസ്ത ഘട്ടത്തിലുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ട്. ഈ റിലേഷൻഷിപ്പുകൾ മുഴുവനും ഫേക്കായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു പുതിയ ലോകമാണ്. അതിന് കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്നാമത് നമുക്കറിയാം, മുമ്പുള്ള ഒരു സാഹചര്യം, ഇന്നത്തെ സാഹചര്യം 2-3 ദിവസം കൊണ്ട് ഒരു വീട് വെക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇന്നത്തെ അതിൻ്റെ ഉത്തരം വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരാഴ്ച കൊണ്ട് വീട് വന്നിട്ടുണ്ട് കേരളത്തിൽ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. 14 ദിവസം കൊണ്ട് വലിയ ഫ്ലാറ്റ് വന്നിട്ടുണ്ട് കേരളത്തിൽ. 3D പ്രിന്റിംഗ് ഇൻ കേരള നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കേരളത്തിൽ വന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കാണാൻ പറ്റും. ഒരു ഭാഗത്ത് അങ്ങനെ 3D പ്രിന്റിംഗ് വർക്കൗട്ടാണ്, മറുഭാഗത്ത് ബ്ലോക്ക് ചെയിൻ വർക്കൗട്ടാണ്, റോബോട്ടിക്സ് വർക്കൗട്ടാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കൗട്ടാണ്. ഇങ്ങനെ തുടങ്ങി പുതിയ കണ്ടെത്തലുകൾ മനുഷ്യൻ ഒരു പ്രൈമറിയിൽ നിന്ന് മാറി സെക്കൻഡറി ലെവലിലേക്ക് നീങ്ങുന്ന പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പോകുന്നത് റിലേഷൻഷിപ്പിനാണ്. തമിഴന്മാരൊരു കാര്യം പറയാറുണ്ട്, ആരംഭശൂരത്വം എന്ന് പറയാറുണ്ട്. കാരണം തുടക്കത്തിലൊക്കെ വളരെ ഉഷാറായി, വളരെ ഭംഗിയായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ആ പ്രവർത്തനങ്ങളിൽ മുഴുകി മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചെലവഴിക്കണം, പ്രത്യേകിച്ചും ഈ മാസമായതുകൊണ്ട് എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഓടി വന്നിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെ അതിയായ സന്തോഷവാനാണ്. ഇൻഫിനിറ്റിയുടെ ഒരുമാതിരി എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ കൂടിയിരിക്കുന്ന വേദികളിലൊക്കെ തന്നെ പരമാവധി ഞാൻ വരാറുണ്ട്, സന്തോഷം പങ്കിടാറുണ്ട്. ഇനിയും അത് ആയി തുടക്കം കുറിച്ചിട്ട് എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു സമൂഹ നോമ്പുതുറ തന്നെ നമ്മുടെ ഇടയിൽ, നമ്മുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നിങ്ങളും. എല്ലാ കാര്യങ്ങളും ഈ ഇഫ്താർ മീറ്റിങ്ങൾ ആദ്യമായിട്ടല്ല, ഈ 2-3 വർഷമായിട്ടാണ് നമ്മൾ നമ്മുടെ പഴയ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ വയ്യാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇവർക്ക് നടക്കാൻ വയ്യ, ഇവരെ നമ്മൾ ആ സമയത്ത് ഇവിടെ എത്തിക്കണം. അത് കഴിഞ്ഞ അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ്മയിലൂടെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതിനെല്ലാ പിന്തുണയും വ്യക്തിപരമായിട്ടും
ക്ലബിന്റെ മറ്റ് എല്ലാ അർത്ഥത്തിലും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇൻഫിനിറ്റിയുടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇൻഫിനിറ്റി ഈ ഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട് എല്ലാ ഞായറാഴ്ചകളും അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചെറുപ്പക്കാരുടെ സംഘടന സാധാരണ വളർച്ചയിലെ എല്ലാ സംഘടനകളിലും നമ്മൾ കുറച്ച് പാലക്കാടുകളും ഇതിന് കൂടുതലും ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ഒരു സംഘടന. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് സംഘടിപ്പിച്ച ഇൻഫിനിറ്റിക്ക് അധികകാലത്തെ തഴക്കമോ പഴക്കമോ പരിചയമോ ഒന്നുമില്ല. ഒരു 3 വയസ്സായ കുട്ടിയുടെ പ്രായം മാത്രം ശൈശവത്തിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ഈ ശൈശവത്തിൽ തന്നെ ഇവിടെ ആമുഖ പ്രശ്നം നടത്തിയ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്